കായംകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജു ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണ പര്യടനം നടത്തി. കോട്ടക്കൽ ജംഗ്ഷനിൽ നിന്നും പര്യടനം ആരംഭിച്ചു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജുവിന്റെ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ സ്വീകരണ പര്യടനം നടന്നു. ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വീകരണ പര്യടനം നടന്നത്. കോട്ടക്കൽ ജംഗ്ഷനിൽ നിന്നും സ്വീകരണം ആരംഭിച്ചു. വിളയിൽ ക്ഷേത്ര ജംഗ്ഷൻ, കൊയ്പ്പള്ളിക്കാരായ്മ ക്ഷേത്ര ജംഗ്ഷൻ, വേമ്പനാട് മുക്ക്, ചെട്ടികുളങ്ങര ചന്ത, കണ്ണമംഗലം ക്ഷേത്ര ജംഗ്ഷൻ, വടക്കേത്തുണ്ടൻ ജംഗ്ഷൻ, നെയ്യാത്ത് ജംഗ്ഷൻ, പനശമൂട്, പുതുച്ചേരി ക്ഷേത്ര ജംഗ്ഷൻ, കോഴിപ്പാലം, കൊല്ലനട, ചെങ്കിൽ ഇറിഗേഷൻ എന്നിവിടങ്ങളിലൂടെ പര്യടനം നടന്നു. UDF നേതാക്കൾ നേതൃത്വം നൽകി. 11:30 മണിയായിട്ട് നമ്മുടെ സ്വീകരണ പരിപാടി യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് തീർന്നത്. 11:30 മണിക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ കാത്തു നിന്നു, അമ്മമാരെയൊക്കെ തന്നെ ഇവിടെ നിന്നു എന്നുള്ളത് തന്നെ എത്രമാത്രം ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കായംകുളം ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കും. ഒരു സംശയമാണ്. ഇത്രയും ഈ അർദ്ധരാത്രിയിൽ ഈ ആവേശം കെടാതെ കാത്തു സൂക്ഷിക്കപ്പെടുന്നെങ്കിൽ തീർച്ചയായും അതൊരു കൃത്യമായ സൂചനയാണ്. കേരളത്തിൽ UDFന്റെ തരംഗമാണ്, കായംകുളത്ത് UDFന്റെ തരംഗമാണ്. എല്ലാ തരത്തിലുള്ള പ്രവചനങ്ങളെയും എല്ലാ തരത്തിലുള്ള കണക്കൂട്ടുകളെയും അതിജീവിച്ച് നമ്മുടെ ഒരു സുനാമി ആഞ്ഞടിച്ച് ഇവിടെ UDF ജയിച്ചു വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ അവിടെ ലഭിച്ചൊരു റെസ്പോൺസ് അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്വീകരണം പോലും താമസിച്ചത്. CDNet ന്യൂസ്, കായംകുളം.